നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് CNN ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. നിയമസുരക്ഷയും പൊതുമുതൽ സംരക്ഷണ ബോധവൽക്കരണവുമാണ് നടത്തിയത്. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിയമബോധവൽക്കരണ ക്ലാസ് നടത്തി. കൂടെയുണ്ട് കരുത്തേകാൻ എന്ന പേരിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം NSSന്റെ നേതൃത്വത്തിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആംബുലൻസ് കൈമാറി. CC മുകുന്ദൻ MLA താക്കോൽ കൈമാറ്റം നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ചേർപ്പ് CNN ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. നിയമസുരക്ഷയും പൊതുമുതൽ സംരക്ഷണ ബോധവൽക്കരണവുമാണ് നടത്തിയത്. തൃശൂർ ജില്ലാ നിയമസേവന അതോറിറ്റി പാനൽ ലോയർ അഡ്വക്കേറ്റ് ഡസ്റ്റിൻ ജോ കുട്ടികൾക്കായി ക്ലാസ് എടുത്തു. ഹെഡ് മിസ്ട്രസ് PM രജനി അധ്യക്ഷത വഹിച്ചു. അധ്യാപിക N അഞ്ജന, സാമൂഹ്യശാസ്ത്ര വിഭാഗം അധ്യാപകൻ PR പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിയമബോധവൽക്കരണ ക്ലാസ് നടത്തി. കൂടെയുണ്ട് കരുത്തേകാൻ എന്ന പേരിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം NSSന്റെ നേതൃത്വത്തിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. PTA വൈസ് പ്രസിഡന്റ് BH ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ അവരുടെ ചിന്ത, ആശയം, ധാർമ്മികത എന്നീ മൂല്യങ്ങളിൽ നിന്നാണ് ആശയങ്ങളെല്ലാം ഉൾപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളുള്ളത്. അപ്പോ ഒരു സമൂഹം മനുഷ്യവാസം ഉണ്ടായതിനു ശേഷം, ഒരു സമൂഹം ഉണ്ടായതിനു ശേഷമാണ് അന്ന് തന്നെ നിയമപരമായ സംഭവങ്ങളെല്ലാം ശരിക്കും നടന്നിട്ടുണ്ടായിരുന്നു. കാരണം അന്നും മനുഷ്യന്റെ മനസ്സുകൾക്ക് കൃത്യമായിട്ടുള്ള ധാർമ്മിക ബോധവും അതേപോലെ തന്നെ എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടന്നു. ലീഗൽ അവയർനെസ് റിസോഴ്സ് പേഴ്സൺ ശ്രുതീഷ് കളരിക്കൽ ക്ലാസ് എടുത്തു. എന്നെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ലേ? നിങ്ങളെ വല്ല കാര്യത്തിൽ ബാധിക്കുമോ? നിങ്ങളെ ബാധിക്കില്ല. അപ്പൊ അതിൽ കൂടെ പോവുക, ആ വഴിയിലൂടെ സഞ്ചരിക്കണമെന്നുള്ള എന്റെ ഒരു അവകാശത്തെ കുറിച്ച് നമുക്ക് ആരെ കേസ് കൊടുക്കട്ടെ? നിങ്ങൾ വരെ പോയി കേസ് കൊടുക്കുന്ന കാര്യമില്ല. ഞാൻ പോയി കേസ് കൊടുക്കണം അല്ലെ? എന്നെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ അത്തരത്തിൽ എന്നെ മാത്രം ബാധിക്കുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ബാധിക്കപ്പെടുന്ന നിയമങ്ങളെയാണ് നമ്മൾ സിവിൽ നിയമങ്ങളോട് കുറിച്ച്. നിങ്ങൾക്ക് ആരെങ്കിലും 10 ലക്ഷം രൂപ കടന്നതാണ് കണക്കടിച്ചിട്ട് അവരാ പൈസ തരില്ല നിൽക്കുന്നത്, അതാരെ ബാധിക്കുന്ന പ്രശ്നം? നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നം അല്ലേ? എന്നെ ബാധിക്കുന്ന പ്രശ്നമാണോ? അങ്ങനെ ഒരു വ്യക്തി മാത്രം ബാധിക്കുന്ന ഒരു വിഷയത്തെയാണ് നമ്മൾ സിവിൽ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. PTA പ്രസിഡന്റ് MS അലക്സി അധ്യക്ഷത വഹിച്ചു. ജയശ്രീ, അനിത എന്നിവർ സംസാരിച്ചു. തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആംബുലൻസ് കൈമാറി. CC മുകുന്ദൻ MLA താക്കോൽ കൈമാറ്റം നിർവഹിച്ചു. അതിന്റെ ഭാഗമായി നമ്മുടെ പ്രദേശത്ത് നമ്മളെല്ലാം ശ്രദ്ധിക്കപ്പെടേണ്ട ഏറ്റവും മർമ്മപ്രധാനമായ ഒരു വിഷയമുണ്ട്. നമുക്കൊരു അപകടകരമായ ഒരു പാമ്പേറ്റ വിഷത്തിരിക്കാൻ നമ്മുടെ വലിയൊരു ചികിത്സ കിട്ടുന്ന ഒരു കേന്ദ്രം നമ്മുടെ ഈ മണപ്പുറം പ്രദേശത്തില്ല. അതിപ്പോഴും മനസ്സിൽ അതങ്ങനെ എങ്ങനെയാണ് അത് സംഘടിപ്പിക്കാൻ കഴിയുക എന്ന് മനുഷ്യനെ എപ്പോഴും ആലോചിക്കാറുണ്ട്. അപ്പൊ നമ്മളതിന്റെ നോട്ടം ഇട്ടിരിക്കുന്നത് ഹോസ്പിറ്റൽ, വല്ലപ്പാട് ഹോസ്പിറ്റലാണ്. അപ്പൊ വല്ലപ്പാട് ഹോസ്പിറ്റലിന്റെ മുമ്പിൽ ഞാൻ MLA ആയി വരുന്ന സമയത്ത് മുട്ടുകുത്തിയിട്ടുള്ള സമരമായിരുന്നു അവിടെ ചില പ്രവർത്തനങ്ങൾ ചെയ്തത്. മുട്ടുകുത്ത ഒരു ചോര മുട്ടെന്ന് കളയാം. പക്ഷെ അതൊക്കെ കണ്ടിട്ടൊന്നും കാര്യമില്ലല്ലോ. സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാണ് നമുക്കത് കൊടുക്കാൻ കഴിയുക. അപ്പോൾ ഒരു അപകടസ്ഥിതി വരുന്ന നമ്മുടെ ഈ മലപ്പുറം പ്രദേശത്ത്, പ്രത്യേകിച്ച് ദിവസം ചെല്ലുന്നോറും വികസനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശം, ഏത് സമയത്തും അപകടങ്ങൾ നേരിടാം. ഒരു വിഷം ചെടി അതിന് പറ്റിക്കുന്ന ആവശ്യമായി നമ്മൾ കൊടുങ്ങല്ലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ചാവക്കാട് ആവാം, അല്ലെങ്കിൽ തൃശ്ശൂർ കൊണ്ടുപോകണം. നീണ്ട
യാത്ര നടത്തിയിട്ടായാലും നമ്മുടെ രോഗിയെ സംരക്ഷിക്കാനായിട്ട് സുരക്ഷിതരാണ്. MLAയുടെ 2023-24 സാമ്പത്തിക വർഷത്തിലെ പ്രത്യേക ആസ്തി വികസന ഫണ്ടിൽ നിന്നും 13,82,761 രൂപ വിനിയോഗിച്ചാണ് ആംബുലൻസ് വാങ്ങി നൽകിയത്. തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങ് നാട്ടിക MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത അധ്യക്ഷത വഹിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ നാട്ടിക നിയോജക മണ്ഡലം MLA നമ്മുടെ ഈ ഒരു പാലിയേറ്റീവിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് തന്നിരിക്കുന്ന വാഹനത്തിന് 13.25 ലക്ഷം രൂപയാണ് നമുക്ക് ഇതിന് തന്നത്. ആദ്യം നമുക്ക് അനുവദിച്ച തുക ഒരു ആംബുലൻസ് എന്നുള്ള രീതിയിൽ, സാധാരണ ഒരു ആംബുലൻസ് എന്നുള്ള രീതിയിൽ 8 ലക്ഷം രൂപയാണ് ആദ്യം നമുക്ക് അനുമതി ലഭിച്ചത്. പക്ഷേ പിന്നീട് നമ്മളത് പരിശോധിച്ചപ്പോൾ എല്ലാ സൗകര്യത്തോടും കൂടിയുള്ള ഒരു ആംബുലൻസ് ആയിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ MLA വീണ്ടും നമുക്ക് 5.25 ലക്ഷം കൂടി നമ്മുടെ ആവശ്യം എത്രയാണ് ആവശ്യമെന്ന് നമ്മളോട് ചോദിച്ചു. നമ്മൾ കണ്ട വാഹനത്തിന് എത്ര രൂപയാണോ അതിൻ്റെ ബാക്കി തുക 5.25 ലക്ഷം രൂപ നമ്മൾ ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ അതുകൂടി നൽകിക്കൊണ്ട് ആണ് നമ്മൾക്ക് ഈ ഒരു വാഹനം നമുക്ക് സ്വന്തമാക്കാനായിട്ട്, നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സ്വന്തമാക്കാനായിട്ട് സാധിച്ചത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിന് മാത്രം പ്രവർത്തനങ്ങൾ നടത്തുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പഞ്ചായത്തിന് മാത്രം എല്ലാ കാര്യങ്ങളും നമുക്ക് നിറവേറ്റാനായിട്ട് സാധിക്കില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ MLA MP തുടങ്ങിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളെയും നമ്മൾ ഉൾപ്പെടുത്തുന്നത്. വാഹനം, ഇൻഷുറൻസ്, GPS, രജിസ്ട്രേഷൻ, ടാക്സ് എന്നിവ ഉൾപ്പെടെ 13,82,761 രൂപയ്ക്കാണ് ഭരണാനുമതി ലഭിച്ചത്. തളിക്കുളം പഞ്ചായത്തിലെ പാലിയേറ്റീവ് രോഗികൾക്ക് ഹോം കെയർ നടത്തുന്നതിനു വേണ്ടിയാണ് ആംബുലൻസ് അനുവദിച്ചിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ PM അഹമ്മദ് മുഖ്യാതിഥിയായിരുന്നു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത, സ്ഥിരം സമിതി അധ്യക്ഷ ബുഷ്ര അബ്ദുൽ നാസർ, വാർഡ് മെമ്പർമാരായ CK ഷിജി, ഷൈജ കിഷോർ, തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് മുജീബ് എന്നിവർ സംസാരിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KR സിന്ധു പദ്ധതി വിശദീകരണം നടത്തി. ജീവിതശൈലി രോഗങ്ങളുടെ സർവേ നടത്തുന്ന ശൈലി ആപ്പിന്റെ 2ാം ഘട്ട സർവേ ആദ്യം പൂർത്തീകരിച്ച ആശാവർക്കർ വനജ, ഏറ്റവും കൂടുതൽ ആളുകളെ ചേർത്തിയ ആശാവർക്കർ വിജന എന്നിവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്തു. തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രം പാലിയേറ്റീവ് നഴ്സ് VM മഞ്ജുഷ, JHI പ്രിയ, JPHN രമ്യ, MLSPമാരായ വിശാൽ, ടിനു, സ്റ്റാഫ് നഴ്സ് ഗ്രീഷ്മ, ഹെൽത്ത് ക്ലാർക്ക് ജോബിൻ, വനിതാ ഫിറ്റ്നസ് ട്രെയിനർ അനു ഇക്ബാൽ, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ, ആശാവർക്കർമാർ, പൊതുജനങ്ങൾ എന്നിവർ സംസാരിച്ചു. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ അന്തോണിസിന്റെ തിരുനാൾ ആഘോഷിച്ചു. 100 കണക്കിന് വിശ്വാസികൾ പങ്കാളികളായി. രാവിലെ 6-ന് വിശുദ്ധ കുർബാന, കൂട് തുറക്കൽ, 10 മണിക്ക് ആഘോഷമായ പാട്ടുകുർബാന, ലതീഞ്ഞ, നൊവേന, പള്ളി ചുറ്റി പ്രദക്ഷിണം, ബാൻഡുവാദ്യം, നേർച്ചകൂട്ട് എന്നിവയുണ്ടായിരുന്നു. രാവിലെ 10 മണിക്ക് നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ചെന്നായ്പാറ തിരുഹൃദയാശ്രമം ഡയറക്ടർ റവറന്റ് ഫാദർ ജോഷി കണ്ണമ്പുഴ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൊട്ടേക്കാട് ഫൊറോന ദേവാലയത്തിലെ അസിസ്റ്റന്റ് വികാരി ഫാദർ മിഥുൻ ചുങ്കത്ത് തിരുനാൾ സന്ദേശം നൽകി. പഴുവിൽ ഫൊറോന ദേവാലയത്തിലെ അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ സഹകാർമ്മികത്വം വഹിച്ചു. ഫൊറോന വികാരി റവറന്റ് ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, ട്രസ്റ്റിമാരായ ടിൻഡോ ജോസ്, ഡിനോ ദേവസി, ആന്റോ മേക്കാട്ടുകുളം, അനിൽ ആന്റണി, തിരുനാൾ കൺവീനർ റിനോയ് ജോൺസൺ, അന്തോണി നാമധാരികൾ, തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ, KCYM, ജീസസ് യൂത്ത്, CLC എന്നീ യുവജന സംഘടനകൾ, സെയിന്റ് ആന്റണീസ് കുടുംബ കൂട്ടായ്മ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. താന്യം ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡിൽ ഹൃദയത്തിലെന്നും എന്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി വിജയോത്സവം സംഘടിപ്പിച്ചു. ഹൃദയപൂർവ്വം അനുമോദനം തുടരും എന്ന പേരിൽ നടത്തിയ പരിപാടി ആവണങ്ങാട്ട് കളരിയിലെ അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. SSLC സമ്പൂർണ്ണ A+ ജേതാക്കൾക്ക് സൈക്കിളുകൾ വിതരണം ചെയ്തു. ഇത് നിങ്ങളെ എത്രയോ ഉന്നതങ്ങളിലേക്ക് നിങ്ങളുടെ ഓരോ ചുവടുകൾ വയ്ക്കുമ്പോഴും ഈ ഒരു ഓർമ്മ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. നിങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഈ നാട്ടിലെ ജനങ്ങൾക്കും ഒരു പങ്കുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ നാടിനോടും നിങ്ങളുടെ കൂടെ സഹകരിക്കുന്ന സാമൂഹികമായിട്ട് ഇവിടെ നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ വ്യക്തികളുമായിട്ടും നമുക്കും ഒരു കടപ്പാടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം വളരാൻ. നമ്മളെ അച്ഛനെയും അമ്മയെ സ്നേഹിക്കുക, ഗുരുനാഥന്മാരെ സ്നേഹിക്കുക, അതുപോലെ തന്നെ നമുക്ക് ചുറ്റും നിൽക്കുന്ന സമൂഹത്തിനെ സ്നേഹിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഇത് നിങ്ങൾ ഓരോരുത്തരും പറയുമ്പോൾ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും കുറച്ചുകൂടി വലുതായി വരുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും.
എല്ലാവരുടെയും ജീവിതത്തിലേക്ക് നമ്മളൊരു കണ്ടു വേണം. നമ്മുടെ ചുറ്റും ബുദ്ധിമുട്ടുന്ന വ്യക്തികളുണ്ട്, വിശക്കുന്നവരുണ്ട്, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ആരെയും അറിയിക്കാതെ ജീവിക്കുന്ന ഒരുപാട് പേര് നമ്മൾ അറിയുന്നില്ല. വാർഡ് പരിധിയിലെ SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയവരെയും ഉന്നത വിജയം നേടിയവരെയും മുഴുവൻ വിജയികളെയും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മദ്ദളവാദനത്തിൽ A ഗ്രേഡ് നേടിയ ശ്രീനിധിൽ സൈഗാൾ, USS വിന്നർ ആൽഫ്രീനോ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ നൈപുണ്യ സുരഭിദാസ്, എസിൽഡ ലൂയിസ്, അശ്വിൻ കെ ദിവ്യൻ എന്നിവർക്ക് സൈക്കിളുകൾ സമ്മാനമായി നൽകി. വാർഡ് മെമ്പർ ആൻഡോ തുറയൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് മുഖ്യാതിഥിയായിരുന്നു. മുൻ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. വിദ്യാഭ്യാസ വിദഗ്ധനും കോളമിസ്റ്റുമായ PL ജോമി വിദ്യാഭ്യാസ രംഗത്ത് ഇന്നത്തെ സാധ്യതകളെക്കുറിച്ച് വിശദീകരിച്ചു. ഫുട്ബോൾ കോച്ച് PB സത്യൻ, ADS പ്രസിഡന്റ് വിജയപ്രകാശൻ, അംഗൻവാടി വർക്കർമാരായ KB അഞ്ജു, അഷ്ടമി എന്നിവർ സംസാരിച്ചു. അംഗൻവാടി ഹെൽപ്പർമാരായ ഗീത, നിമ്മി പ്രേംലാൽ, സംഘാടക സമിതി അംഗങ്ങളായ രേണുക റിജു, ഷാലി ഫ്രാൻസിസ്, ലൂയിസ് താണിക്കൽ, റിജു കണക്കന്തറ, ഹിമ രഞ്ജിതൻ എന്നിവർ നേതൃത്വം നൽകി. 33 വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. തകർന്ന റോഡ് പണിയാനെടുത്തത് വർഷങ്ങൾ. കാത്തിരിപ്പിനൊടുവിൽ പണിതീർന്ന റോഡ് തകരാനെടുത്തത് മാസങ്ങൾ മാത്രം. വൻ അഴിമതിയെന്ന് ആരോപണം. ചാഴൂർ പഞ്ചായത്തിലെ 16-ാം വാർഡിൽ പുതുക്കി പണിത ചാഴൂർ സെയിന്റ് മേരീസ് പള്ളി ജനതാ റോഡ് ആണ് പണി തീർത്ത 2 മാസത്തിനുള്ളിൽ തകർന്നത്. വർഷങ്ങളായി തകർന്നു കിടന്നിരുന്ന റോഡിന്റെ ഏകദേശം 200 മീറ്ററോളം നീളം വരുന്ന ഭാഗമാണ് 4,79,000 രൂപ ചെലവഴിച്ച് പുനർനിർമ്മിച്ചത്. പൊട്ടിപ്പൊളിഞ്ഞ ഭാഗം മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പൂർണ്ണമായും പൊളിച്ചുമാറ്റി. 2 മാസക്കാലം റോഡ് പൂർണ്ണമായും അടച്ചിട്ടായിരുന്നു പണി പൂർത്തീകരിച്ചത്. ഇത്തരത്തിൽ നിർമ്മിച്ച റോഡാണ് മഴ പെയ്തതോടെ പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞും ടാറിങ്ങും കല്ലുകളും അടർന്നു മാറി കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. നിർമ്മാണത്തിലെ അപാകതയാണ് റോഡ് തകരാൻ പ്രധാന കാരണമെന്നാണ് ആക്ഷേപം. റോഡ് തകർന്നതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത വാർഡ് മെമ്പർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ചാഴൂർ മണ്ഡലം കമ്മിറ്റി പോസ്റ്റർ പ്രചാരണവുമായി രംഗത്തുണ്ട്. പൊളിഞ്ഞ റോഡ് ഉടനടി പുതുക്കി പണിയണമെന്നും റോഡ് പണിയിൽ ക്രമക്കേട് നടത്തിയ കരാറുകാരനും ഉദ്യോഗസ്ഥർക്കുമെതിരെ നടപടി വേണമെന്നുമാണ് നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. റോഡ് പണി കഴിഞ്ഞതോടെ വെള്ളക്കെട്ടിലായിരിക്കുകയാണ് സമീപവാസിയായ കയ്യാലപ്പറമ്പിൽ തിലകന്റെ വീട്. റോഡ് ഉയർത്താൻ മണ്ണിട്ടതോടെ സമീപത്തെ കാനയിലേക്ക് ഒഴുകിപ്പോയിരുന്ന വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുകയും തന്റെ വീടിന് ചുറ്റും വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തുവെന്നും ഇതുമൂലം പ്രാഥമിക ആവശ്യങ്ങൾ നടത്താൻ പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്നും തിലകൻ പറയുന്നു. വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ പഞ്ചായത്തിൽ പരാതി നൽകി കാത്തിരിക്കുകയാണ് തിലകൻ. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തുന്ന പുഷ്പ കൃഷിയുടെ ഭാഗമായി ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഓരോ വീടുകളും തന്നെ കൃഷി ചെയ്യുന്ന അവർക്ക് ഓണത്തിന് വേണ്ടിയിട്ടുള്ള ചെണ്ടുമല്ലി ഉൽപ്പാദിപ്പിക്കലാണ് സാധാരണ ചെയ്യാറ്. നമ്മളുടെ കൃഷിഭവന്റെ ചന്തയിലാണെങ്കിലും അതുപോലെ തന്നെ കുടുംബശ്രീയിലെ ചന്തയിലും നമ്മളുടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ചെണ്ടുമല്ലികളാണ് നമ്മൾ സാധാരണയായിട്ട് കൊണ്ടുവരുന്നത്. 1 രൂപ നിരക്കിലാണ് നമ്മുടെ കർഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് തൈകളൊക്കെ വിതരണം ചെയ്യുന്നത്. 200ഓളം ഗുണഭോക്താക്കൾക്ക് നമ്മൾ ആദ്യഘട്ടത്തിൽ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. 150 തൈകളാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ നമ്മളുടെ ഗുണഭോക്താക്കൾക്കായിട്ട് വിതരണം ചെയ്യുന്നത്. ആവശ്യക്കാർക്കനുസരിച്ച് പാട്ടത്തിലും കൃഷി ചെയ്യാനായിട്ടുള്ള സൗകര്യം ഗ്രാമപഞ്ചായത്ത് ഒരുക്കി നൽകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ചെണ്ടുമല്ലിക്ക് ആവശ്യമായ വളത്തിൻ്റെ വിതരണവും ഇന്ന് നമ്മൾ സബ്സിഡി നിരക്കിൽ നടക്കുന്നതാണ്. മഞ്ഞ ഓറഞ്ച് നിറത്തിൽ ചെണ്ടുമല്ലി തൈകൾ, ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി, കൂട്ടുവളം എന്നിവയും പദ്ധതിയുടെ ഭാഗമായി 200 പേർക്ക് വിതരണം ചെയ്തു. വൈസ് പ്രസിഡന്റ് VR ജിത്ത് അധ്യക്ഷത വഹിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ തപതി, ജ്യോതി രവീന്ദ്രൻ, മെമ്പർമാരായ EP അജയഘോഷ്, BK മണിലാൽ, മണി ഉണ്ണികൃഷ്ണൻ, സിജി സുരേഷ്, MA ഷിഹാബ്, കൃഷി ഓഫീസർ ലക്ഷ്മി K മോഹൻ, കൃഷി അസിസ്റ്റന്റ് PV സജിത, കൃഷിശ്രീ സെന്റർ പ്രവർത്തകർ, കർഷകർ എന്നിവരും പങ്കെടുത്തു. മതിലകം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം സംഘടിപ്പിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. തോൽക്കുന്ന രീതിയിലാണെന്നുണ്ടായത്. പിന്നെ വലിയ മാർക്ക് കിട്ടിയ ആളുകൾ അതെനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ബാച്ചിൽ തന്നെ വലിയ മാർക്ക് കിട്ടി 503 കിട്ടി. 503 മാർക്ക് എന്നുള്ള അതിഗംഭീരമായ മാർക്കാണ്. എനിക്കൊരു സ്കൂളിൽ അസംബ്ലിയിലോ എന്തോ പറഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറം കുട്ടിക്ക് പ്രത്യേക പ്രാധാന്യം കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ പക്ഷേ ഫ്ലെക്സ് ഇല്ലാത്തതുകൊണ്ട് അവർ അല്ലേ ഇപ്പോൾ ഒരു ഫസ്റ്റ് ക്ലാസ് A+ നിങ്ങളുടെ ചിത്രം ഞാൻ മിക്കവാറും
നിങ്ങളെ കണ്ടാൽ തന്നെ ചില ആളുകളിലേക്ക് പെട്ടെന്ന് പുറത്ത് പരിചയം വരുന്നത് എന്താണെന്നറിയാം, നമ്മുടെ നാടിൻ്റെ അഭിമാനമായി, സ്കൂളിൻ്റെ അഭിമാനമായി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൂടുതലേക്കുമ്പോൾ അല്ലേ, എന്നുവെച്ചാൽ എല്ലാ ആളുകളും നിങ്ങളെ ആദരിക്കുന്ന, സ്നേഹിക്കുന്ന പുതിയ രീതിയിലേക്ക് വളർത്തുന്നത് ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കാണ് വിദ്യാഭ്യാസ അവാർഡ് നൽകി അനുമോദിച്ചത്. മതിലകത്ത് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു. MES അസ്മാബി കോളേജ് പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ സനദ് സദാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹഫ്സ ഉഫൂർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സുമതി സുന്ദരൻ, പ്രിയ ഹരിലാൽ, MK പ്രേമാനന്ദൻ, പഞ്ചായത്ത് സെക്രട്ടറി KS രാമദാസ്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ET ടൈസൺ MLA, വിരമിച്ച അധ്യാപകരായ TS സജീവൻ, VK മുജീബ് റഹ്മാൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ മുരിങ്ങൂർ മുതൽ ചിറങ്ങര വരെ അതിരൂക്ഷമായ ഗതാഗത കുരുക്കാണ്. മഴ പെയ്ത് റോഡിൽ കുഴികൾ കൂടി രൂപപ്പെട്ടതോടെ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ മണിക്കൂറുകളാണ് വേണ്ടിവരുന്നത്. ഏറ്റവും അധികം ട്രാഫിക് ഉള്ള രാവിലെയും വൈകിട്ടുമാണ് ഗതാഗത കുരുക്ക് രൂക്ഷം. ഈ സമയത്ത് വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ദേശീയപാതയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ചാലക്കുടി മുരിങ്ങൂരിൽ അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ഗതാഗതക്കുരുക്കിലും റോഡിലെ കുഴികൾ മൂലമുള്ള ശോചനീയാവസ്ഥയിലും പ്രതിഷേധിച്ച് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് റോഡിലെ ചെളിയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ദേശീയപാത അതോറിറ്റി നീതി പാലിക്കണമെന്നും ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ടാണ് വ്യാഴാഴ്ച രാവിലെ സനീഷ് കുമാർ പ്രതിഷേധിച്ചത്. ദേശീയപാതയിൽ നടത്തുന്ന പണികൾ കാരണം ദുരിതത്തിലായിരിക്കുകയാണ് ജനം. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ മുരിങ്ങൂർ മുതൽ ചിറങ്ങര വരെയുള്ള 6 കിലോമീറ്റർ ദൂരം കടന്നുപോകാൻ 10 മുതൽ 12 മിനിറ്റാണ് സാധാരണഗതിയിൽ എടുത്തിരുന്നത്. നിലവിൽ 2 മണിക്കൂറിലധികമാണ് വേണ്ടിവരുന്നത്. മുരിങ്ങൂരിലും ചിറങ്ങരയിലും അടിപ്പാതയും കൊരട്ടിയിൽ മേൽപ്പാലത്തിന്റെ നിർമ്മാണവുമാണ് നടക്കുന്നത്. സർവീസ് റോഡ് പണി പൂർത്തിയാക്കാതെ ദേശീയപാത അധികൃതർ നിർമ്മാണം ആരംഭിച്ചതാണ് സ്ഥിതി വഷളാക്കിയത്. നിർമ്മാണം പൂർത്തിയാക്കാൻ ഡിസംബർ ആകുമെന്നാണ് ദേശീയപാത അധികൃതർ അറിയിച്ചിട്ടുള്ളത്. വെങ്ങണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവി ക്ഷേത്രത്തിലെ മംഗല്യസിദ്ധി പൂജ ജൂൺ 27 വെള്ളിയാഴ്ച നടക്കും. മംഗല്യവരതയും അഭീഷ്ടവരദായിനിയുമായ ഐക്കുന്ന് പാണ്ഡവഗിരി ദേവിക്ക് പൂയം നക്ഷത്രത്തിലുള്ള മംഗല്യസിദ്ധി പൂജ, നെടുമംഗല്യ പൂജ, സർവൈശ്വര്യ പൂജ, ഐക്യമത്യ പൂജ, ഭൂമി പൂജ മുതലായ വിശേഷാൽ പൂജകളും അന്നേ ദിവസം നടക്കും. രാവിലെ 10-ന് ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പിൽ ഹരി നമ്പൂതിരി നേതൃത്വം നൽകും. ഉച്ചയ്ക്ക് 12-ന് അമൃത ഭോജനം ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9726277702 94479911586 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9295 രൂപ, പവന് 74,360 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് CNN ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. നിയമസുരക്ഷയും പൊതുമുതൽ സംരക്ഷണ ബോധവൽക്കരണവുമാണ് നടത്തിയത്. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിയമബോധവൽക്കരണ ക്ലാസ് നടത്തി. കൂടെയുണ്ട് കരുത്തേകാൻ എന്ന പേരിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം NSSന്റെ നേതൃത്വത്തിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത്.
തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആംബുലൻസ് കൈമാറി CC മുകുന്ദൻ MLA താക്കോൽ കൈമാറ്റം നിർവഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.